जाता हूँ वो ही दे मेरी मंजिल जल्दी ആശ്വാസവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാക്കന്മാരാൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണം. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഉയർപ്പ് ദിവസം വരെ ഈ ആത്മാവിടെ ആനന്ദിച്ച് മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽക്കുവാനും ഇടയാക്കണമേ. മോറൻ വലോഹാലവൽ യുദ്ധാനം കലിവോട് കൈക്കൊള്ളണമിവനെ ശിക്ഷാവിധിയിലെ കാണുന്ന ശിവാരാജാവേ, നിൻമഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവിളിവാക്കൽ സ്വർഗകവാടം തുറന്നിടും തവ ശരണേ മൃതനാം ദാസം അൻപാൽ വാതിൽ തുറക്കേണം. പ്രാർത്ഥിക്കുന്നതിൻ പ്രഭയിൽ കാക്കും കോപേ പാലയൊരുക്കും നിൻ മുൻപിൽ നിന്നും ലാസറിനെ ആഹ്വാനം ചെയ്തൊരുനാളും കബറിൽ നിന്നും പറുദീസിൽ നിന്നെയും വിളിച്ചേതേറ്റും. രാജാവേ രഹസ്യം സർവം കാണോനെ നാദാകൃപയാൽ ഞങ്ങളെ നിൻ ചിറകിൻ നിഴലിൽ ചേർക്കേണം. ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിൻ മഹിമാഗമ ദിവസത്തിൽ നിൻ കൃപ എതിരേറ്റീടേണം. മിനവോലം പാദമിനവോലം പരിശുദ്ധാത്മാവ സത്യേകപരം നിൻ വിധിയാൽ വേർപെട്ടോരാത്മാവേവം അങ്ങേക്കുതിയേടും മറിയോറാകെ കൽപ്പനയാൽ ഇവിടെ നിന്നും വേർപെട്ടു പോയി ആത്മാവിന് വേണ്ടി നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധ വിശ്വാസങ്ങളുടെ പിടിയും വായുമണ്ഡലത്തിന്റെ ശത്രുക്കളുടെ വഞ്ചന സമൂഹത്തിൽ നിന്നും ഈ ആത്മാവിനെ രക്ഷിച്ച് സ്വതന്ത്രമാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ ദാസൻ ജീവനുള്ളവരുടെ വാസനങ്ങളിൽ ചെന്ന് ചേരുകയും നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ളവരുടെ സ്ഥലത്ത് താമസിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മാവിനെ നിങ്ങൾ ഉയർത്തുന്നേ നാഥ ശരണം ലജ്ജിക്കരുതേ ഞാൻ ധർമ്മികൾ അവരുടെ വ്യക്തതയിൽ നിൻ പാതകൾ എന്നെ കാട്ടിടുക. അറിയിക്കണമെന്നേ നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കാം.
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഉന്നതി എല്ലാ നേരവും ഇടപെടാതെ ഏർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം സാദൃശ്യത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ച നിർമ്മാതാവും സ്വന്തം ആത്മാവാൽ ഞങ്ങളെ ജീവിപ്പിച്ച സ്രഷ്ടാവും മണ്ണുകൊണ്ട് ഞങ്ങളെ വനഞ്ഞുണ്ടാക്കിയ ശില്പിയും തന്റെ നീതിയാൽ അതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചയക്കുകയും തന്റെ കൃപയാൽ അതിൽ നിന്ന് ഞങ്ങളെ പുനർജീവിക്കുകയും ചെയ്യുന്നവരുമായ എനിക്ക് തന്റെ ദാസന്റെ സംസ്കാരകർമ്മം നിർവഹിക്കുന്ന ഈ സമയത്ത് എല്ലാ പെരുന്നാളുകളും കാലങ്ങളും അഴികളും ഞങ്ങളുടെ അയൽക്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മഹാശക്തനും യോദ്ധാവും ഭയങ്കരനും സ്ഥലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ വചനപ്രധാനം സകലോളമാകെ നിന്റെ ആജ്ഞയാൽ സകലം നശിക്കുകയും ചെയ്യുന്നു. നിന്റെ തിരുവിശുദ്ധ ജീവനും നിന്റെ ആജ്ഞത്താൽ അവസാനം സംഭവിക്കുന്നു. ദൈവമേ, നീ ജീവൻ പ്രാണവും സ്ഥലത്തെയും ജീവിപ്പിക്കുന്നവനുമാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്നും യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനിൽ കഴിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് ഇവൻ പ്രവേശിക്കുമ്പോഴും വിശുദ്ധ സേനകളാൽ ഇവനെ സഹായിക്കണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും കർത്തൃത്വം ആഘോഷിക്കപ്പെടുകയും രാജ്യത്വം വെളിപ്പെടുകയും വല്ലഭത്വം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉളവാകുകയും ചെയ്യുന്ന പുനരുദ്ധാനത്തിന്റെ അവസാന നാളെ നിന്റെ ദാസന്റെ ആത്മാവിനെ ശിക്ഷാവിധിയിൽ നിന്നും ദണ്ഡനങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കണമേ. ഇവൻ ചെയ്തു പോയ ഹീനകർമ്മങ്ങൾ പരിഗണിക്കരുതേ. ഇവൻ ചെയ്ത പാപങ്ങൾ നീ ഓർക്കുകയും അരുതേ. ഭയങ്കരമായ ന്യായവിധിയിൽ ഇവന് നീ കുറ്റക്കാരനായി വിധിക്കരുതേ. നിരാശയിലേക്ക് ഇവനെ വിടുകയും അരുതേ. ഇവനെ അഗ്നിക്ക് അവകാശമായി നീ നിശ്ചയിക്കരുതേ. നിന്റെ കൃപയിൽ നിന്ന് ഇവൻ വിരോധിക്കപ്പെടുകയും അരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിക്കപ്പെടുവാനിടയാകരുത്. പ്രത്യുത നിന്റെ കരുണയുടെ ചിലകളിൽ വരിച്ച് ഇവനെ സംരക്ഷിക്കണമേ. നിന്റെ ദിവസത്തെ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നവന്റെ എല്ലാ സ്നേഹിതന്മാരും വത്സരം ഇവന് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. നിന്റെ മണവറയിൽ ഇവനെ പ്രവേശിപ്പിക്കണമേ. മുഖപക്ഷമില്ലാത്തവനും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനും നീതിയും സത്യമുള്ളവനുമായ ന്യായാധിപത ഇവൻ നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനിടയാക്കണമേ. നിനക്കും നിന്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കൂടുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അനുയോജ്യമാകുന്നു. ശാശ്വതരാജ്യത്താശ്വാസം നീതിജ്ഞന്മാർ ശുദ്ധരോടും വസനം നൽകും ദൈവത്താൽ പ്രേക്ഷിതനാം ദൂതൻ ഭീതിപ്രദനാം ശീഘ്രം പ്രേക്ഷിതനായിടുമ്പോൾ ഏറ്റം ഘോരൻ പാപം ചെയ്യോ ആത്മാവേ മിങ്ങെത്തിക്ക ഉന്നതനീരേ നോടാഗ്യത്താൽ കത്തിച്ചേവം ദൂതൻ ചെന്നേ പേകിടുന്നു പ്രതിയിൽ ശേഷ കാണിക്കുന്നു മരണാസ്ത്രത്താൽ ദൃഢഗാത്രത്തെ ശേഷം ജലമാമഗ്നി പാലിക്കുന്നു വേദന മൂലം ഇളകിടുന്നു അസ്ഥിര
സങ്കടഭാരം ചിത്തത്തെ ആമദനം ചെയ്യൂ ചെയ്തികൾ സർവം ഒന്നായി മുന്നിൽ വന്നിടുന്നു സുന്ദര നേത്രം വാങ്ങിയിടുന്നു ചുണ്ടുകൾ രണ്ടും മരണത്തിൻ വീഞ്ഞുൾക്കൊള്ളുന്നു മണ്ണാലാദത്തെ നിർമ്മിച്ചോൻ താതൻ സൂര്യൻ ക്രൂശിൻ വേദയാ രക്ഷിച്ചവനാം പുത്രൻ വന്നിൻ അന്ത്യദിനത്തിൽ ഉയർപ്പിച്ചവനെ മക്കളോടൊപ്പം തേജോവസ്ത്രം നൽകുന്നു നാം സ്തോത്രം മരണമുള്ളവരെ സ്വതന്ത്രരാക്കുവാൻ ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തോടുകൂടെ നശ്വരമായ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇതിന് പരിപൂർണമായ ആത്മവിശ്രാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ വിരുന്നിൽ അതിഥികളോടൊപ്പം ഈ മകനെ നിർത്തണമേ. എന്നാൽ ജീവനുള്ളവരും ജീവിപ്പിക്കുന്നവനും എന്നേക്കും സ്തുത്യർഹനുമായ പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നീ നല്ലവനും മനുഷ്യ സ്നേഹിയുമാകുന്നു. എന്നവൻ നാമം പുകഴ്ത്തട്ടെ. നിൻരോഗങ്ങളെ സൗഖ്യമാക്കും രക്ഷിച്ചിടും ഹല്ലേലൂയ. കാരുണ്യത്താൽ താങ്ങും നിന്നെ പാർക്കുമോ. മിലവോലം വാദാം മിലവോലം വൽമീനാമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളെയും ജനങ്ങളുടെയും ദൈവമായ കർത്താവേ, നിനക്ക് സ്തുതി. നീ മനുഷ്യനെ മരണശേഷം പാതാളത്തിലേക്ക് ഇറക്കി അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനാകുന്നു. അവന്റെ ആയുസ്സിന് പരിമിതി നിർണയിക്കുകയും മരണത്താൽ അതിന് കഴിവ് വരുത്തുകയും ചെയ്യുന്നു. നീ മനുഷ്യനെ അനശ്വരവും അനന്തവുമായ ജീവനിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നു. ഈ സമയത്തും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ മഹനീയ പ്രത്യക്ഷതയുടെ ആദ്യ ദിവസത്തിൽ നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ഈ ദാസനോട് നിനക്ക് സഹതാപം തോന്നണമേ. മാമോദീസയുടെ ഊഷ്മയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ തിരിച്ചറിയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ നിനക്ക് കനിവ് തോന്നണമേ. പ്രീതിയോടി മകന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനത്തിൽ നിന്ന് കാത്തു നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഈ മകനെ സംരക്ഷിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ദൈവമായ ഉപേക്ഷയോടുകൂടെ തിരുമുമ്പിൽ നിന്ന് ഈ മകനെ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരിക്കുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദൂഷിച്ചവരോടുകൂടെ ഈ മകനെ തള്ളിക്കളയരുതേ. കർത്താവേ, നിന്നോട് തിരിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് ഇവനെ തടയരുതേ.
മനുഷ്യപ്രീതിയാൽ ഇവനിൽ തോന്നി നിന്റെ മഹാകരുണയാൽ ഈ മകനെ ദർശിക്കണമേ. നിന്റെ പരിശുദ്ധമായ വാസസ്ഥാനത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെയും ഇരുത്തണമേ. ജീവകരമായ പുനരുദ്ധാനത്തിന് നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും നീ മകനെ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങൾ മോചിച്ച് ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകൾ ക്ഷമിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടി മഹത്വത്തിൽ ഈ മകൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും പകടപൂർണവുമായ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങൾ നിനക്ക് പ്രീതികരമായ എന്തിനായി യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഏവനെയും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യരാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെയും ഒരുക്കിക്കൊള്ളണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവോടൊപ്പം രക്ഷയും പരിത്രാണവും നിർവഹിക്കുന്നവൻ നീ ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിറഞ്ഞവരെ ുലകത്തിൻ മോഹത്തെ വെടിയോ കരുണാപൂർണ്ണനിൻ ദൃഷ്ടിക്കേണമേ നവ്യയുദ്ധാനേ സോദരരെ കൂടിൻ എന്നെ ഓർത്തിടിൻ. നിങ്ങളുടെ സംസർഗം വിട്ടേനേക്കും മണ്ണാൽ പ്രവർത്തിച്ചു വിരചേനദിനായി നരകേ വെടിയല്ലേ. സ്വയം നിന്നേക്കുന്നു നിന്നാദ്രത മാത്രം കർത്താവേ, കൃപ ചെയ്യണമേ. ദാസന്മേളമേ പുണ്യം നിൻ മഹിമോദേ നാഥനിൽ നിർത്തണമീവനെ വാലഭാഗേ. പാതാളത്തിൽ വിശ്രമം വഴിയും ഗ്രഹവും നിങ്ങളെ വേർപിരിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. എന്തിറകെ വന്നോ ദൂതൻ പെട്ടെന്നെ പീടികൂടി നിരച്ചിരിയാതവനെന്നെയും കൂട്ടിക്കൊണ്ടയോ പോയി. ഉച്ചവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ച് കേട്ടില്ലെന്നേ വാങ്ങിയതിനെല്ലാം കൂലി. രക്ഷകനാം പുത്രൻ വന്യൻ കബറിൽ നിന്നും ചേർക്കും റൂഹസ്തോത്രാഹൻ. കർത്താവേ, കൃപ ചെയ്യണമേ.
ദാസനെ വേണമേ പുണ്യം നിൻ മഹിമോദയ നാട്ടന്നിൽ നിർത്തണം ഇവനെ വലഭാഗ്യേ. ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നൽകുകയാണ്. പ്രാർത്ഥനയാണ്. അതിനുശേഷം ശരീരം പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലേക്ക് എടുക്കുന്നതായിരിക്കും. നമുക്ക് ഭവനത്തിനുള്ളിൽ വെച്ചുള്ള ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കാം. മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആകാശവും ഭൂമിയും ചേർത്തവരാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ മുഖയുടെ സംസർഗവാസവും നമ്മളവരോടും നമ്മിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു ഈ പരേതദാസന്റെ ആത്മാവോടും നമ്മുടെ കുടുംബത്തോടും കൂട്ടായ്മയോടും നമ്മുടെ എല്ലാ നിയമങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുവാറാകട്ടെ. അകത്ത് വെച്ചുള്ള പ്രാർത്ഥന പൂർത്തീകരിക്കണം. പുറത്ത് പന്തലിലേക്ക് സംഭവിക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം കുരിശും ഇരു തിരികളും പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചതിന് ശേഷം ശരീരം പുറത്തേക്ക് സൗകര്യപ്രദമായിട്ട് പുറത്തേക്ക് ഇറങ്ങി
ഏതെങ്കിലും കുടുംബ ഫോട്ടോയോ മറ്റെടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമാണ് ക്രമീകരണം ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളെ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മരണമേ അവൻ മതിയായവൻ. യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മരണമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മരണമേ അവൻ മതിയായവൻ. നമ്മുടെ ശിരസിൽ വഹിച്ചു കാൽവരിയിലേ കയറി. നമ്മുടെ ശിരസിൽ വഹിച്ചു എന്റെ ഗുണം സർവ്വവന്നെ പകുതി നന്ദഗണനായി. എന്റെ വേദന സർവ്വവും പകുതി എന്റെ പോ കണ്ണി എന്റെ ചീടലേ അവൻ രാജവൈവം പെടുന്നവനെ അരുന്നേരും. അവൻ രാജവൈവം നിങ്ങളെ പെടുന്നവനെ പറന്നേരും. എനിക്ക് നല്ലവൻ, ആപത്തിൽ രോഗത്തിൽ രോഗത്തിൽ മതിയായവൻ. പാവനാദ്യനുമന്ദിനുമേ ദിവസത്തിലൊരവിടമേ പാവനാദ്യനുമന്ദിനുമേ ദിവ്യ
ക്ഷീരത്തില്ലാതെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീവാസ്തു രാജേഷ് ഫ്രം ഓഫീസ്, ठीक है। ശേഷം ചാക്കോങ്കൽ ആൻഡ് ഫാമിലി. ഓക്കെ, ചാക്കോങ്കൽ कम केवल था, प्लीज आगे आ जाइए. लोग दो साथ में ऑफिस में काम किया. അങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവര് മുതിർന്ന തലമുറയിലുള്ളവരാണ്. ഫോട്ടോ ഇടത്തലമുറക്കാര് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അടുത്ത കണക്കുള്ള ബാക്കിയുള്ളവര് ഞങ്ങള് പാവങ്ങൾ പേരിലാണെങ്കില് ഷാജി, അവിടെ നിൽക്കുന്നവർ കുറച്ചൊന്ന് മാറാങ്ങി കുറെ പേർക്ക് നിൽക്കാൻ പറ്റും.
ഇതിനുശേഷം മറ്റ് എക്കണോമിക്കൽ പള്ളികളിൽ നിന്നുള്ളവർ റെഡിയാവും. ഒരുമിച്ച് പറ്റത്തില്ലെങ്കിൽ രണ്ടായിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർ എടുത്തൊരു ദയവായിട്ട് മാറുക, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക. സാക്കേത് നഗറിൽ നിന്നുള്ളവർ दिव्यांकल रघुवंशी फैमिली श्रीवास्तव अंकल रघुवंशी जी आ जाओ. താങ്ക് യു. മറ്റ് എക്കണോമിക്കൽ പള്ളികളിൽ നിന്നിട്ടുള്ളവർ കുഞ്ഞുങ്ങൾ താങ്ക് യു. എക്കണോമിക്കൽ സഭകൾ ഇതിനുശേഷം ആരെങ്കിലും ഉണ്ടാവും, കുടുംബാംഗങ്ങളോ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി മുമ്പോട്ട് വരണം. ഈ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പ്രവേശനത്തോടൊപ്പം ഫോട്ടോ എടുക്കാവുന്ന ഏറ്റവും അവസാനത്തെ സമയങ്ങളാണ്. രജി 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 സജി रजी सजी हम लोग जरा आगे आ जाओ. ആദരവ് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ മൃതശരീരത്തില് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നുള്ള വിവിധ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവര് പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയം, സെന്റ് ജൂഡ് പ്രാർത്ഥനാ കൂട്ടായ്മ മിസസ് മേരിക്കുട്ടി ജോർജിനെ പുഷ്പചക്രം അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. മിസസ് മേരിക്കുട്ടി ജോർജ് സെന്റ് ജൂഡ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. സെന്റ് തോമസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി
മിസ്റ്റർ പി എ വർഗീസിനെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. വർഗീസ് സെന്റ് തോമസ് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇപ്പോഴ് ജോൺസൺ നടപ്പുള്ളിൽ ഇപ്പോഴ ദേവാലയത്തിലെ പുതുവേദിയെ സമർപ്പിക്കുന്നു. മാതൃവേദിയെ പ്രതികരിച്ചുകൊണ്ട് മിസസ് എലിയാന സി ജോൺ ദേവാലയത്തിലെ മാതൃവേദിയെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോഴ പുഷ്പചക്രം സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാരോൺ ഇപ്പോഴ സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ദേവാലയത്തിലെ യുവജന സംഘടനയായ MC റെയിമിനെ പ്രതിനിധിച്ചുകൊണ്ട് മിസ്റ്റർ മനോജ് ജോൺ ദേവാലയത്തിലെ യുവജനങ്ങളെ പ്രതിനിധിച്ചുകൊണ്ട് MC റെയിമിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇപ്പോൾ അതിന് അവസരമുണ്ടായിരിക്കും. ജോൺജവാനുകൾ ഇപ്പോൾ ആദരവ് അറിയിച്ചുകൊണ്ട് പ്രദേശത്തിൽ ശോശപ്പം സമർപ്പിക്കുന്നു. അതിനുശേഷം മിസ്റ്റർ ജോസഫ് മാത്യു ആദരാഞ്ജലികളും സ്നേഹവും അറിയിച്ചുകൊണ്ട് മൃതശരീരത്തിൽ ശോശപ്പം സമർപ്പിക്കുന്നു. മറ്റാർക്കെങ്കിലും പൊതുവായിട്ട് പുഷ്പങ്ങളോ ശോശപ്പമോ സമർപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. നമുക്ക് ഭവനത്തിൽ വെച്ചുള്ള ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനകൾ നടത്താം. മൂന്നാമത്തെ ശുശ്രൂഷയാണ് ഇപ്പോൾ നടത്തുന്നത്. നാലാമത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ ശുശ്രൂഷയുടെ അവസാനം മൃതശരീരം നമ്മൾ ദേവാലയത്തിലേക്ക് സംഭവിക്കുന്നതായിരിക്കും. എല്ലാവർക്കും പ്രാർത്ഥനയുടെ അവസാനം മൃതശരീരം പൊതുവെ ദർശിക്കാനുള്ള അവസരവും ഒരുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും കണ്ടലോപ്പെടുമാറാകണമേ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കർത്തകൽപ്പനയാൽ വേർപെട്ടു പോയി ആത്മാവിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഈ ആത്മാവ് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ അവസാനം പ്രാപിക്കുകയും നിന്റെ വിശുദ്ധന്മാരോടുകൂടെ വസിക്കുകയും ചെയ്യുമാറാകണമേ. ആരാധകൾ ഞാൻ കേണോ തിരുമുൻപിൽ പോകട്ടെ പരമിൻ സവി ആത്മാവിൽ പിന്മനിറഞ്ഞു ഹാലേ ഹാലേ
എൻ ജീവൻ പാതാളം പോകി കുഴിയിൽപ്പെട്ടവനൊപ്പം സൗഭാഗ്യം മോചനമേകും രക്തവതും വലഭാഗേ സ്വകാലോ അതിലവരും പ്രാർത്ഥിച്ചു കർത്താവരോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാതെ നൽകുന്നതിൽ എല്ലാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അതിങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരുമായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പ്രധാനങ്ങളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തമ്പുരാനെ, നീ ഉണ്ടായിരുന്നവനും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നവനും പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരവാനിരിക്കുന്നവനുമാകുന്നു. നിന്റെ തിരുമുമ്പിൽ പതിനായിരങ്ങളുടെ തിരുമുമ്പായുള്ള മുഖപ്രസംഗത്തിലേക്കും ഈ മകളെ നീ അർഹനാക്കി ചെയ്യണമേ. മരണാകാശാനുകരുന്നവ മധുബഹുതിക്തം താൻ പോകാൻ വരിക വിളിക്കുന്നു നിന്നെ ഉടയോനിധി ആത്മാവോടാ ദൂതൻ ചെന്നേടും നേരം ക്രൂരൻ ഭ്രമജനകൻ കഠിനം ആത്മാവാപ്പോൾ കണ്ണീർവ തോടും തരുവോടായി ഉദാനത്തിൽ നാളോളം പാർത്താലും ശാന്തിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവര ജീവിടുന്നവ പരമേ ശിലുവാങ്ങ നീട്ടടയോള നീട്ടതിര നിങ്ങൾ
ദാസൻ വേർപെട്ടതിനാ രക്ഷകരെ ഞങ്ങൾ വ്യഥയിലുകി സിദ്ധരുമായി പാർത്ത ഇടയാകരുതേ നിന്നെ അവരുടെ ചേർന്നിവരും വാഴ്ത്തിയിടത്തേ മരണം വിതച്ചോ ധന്യം ഹംസേദേശം ഉദ്ധാരഹസ്യം ബോസേക്കരുളേ ആസ്ഥാന സവിധേ സംസ്മൃതേ ഗത്തേ ദാസൻ നീസൻ
വർഷിക്കട്ടെ താതൻ താൻ ബാബേൽ തീച്ചൂളയിൽ ബാലകരിൽ തൂകിയതായിടുന്നൽ ജീവൽ പാനി നീരാ മൃതലോകേയാകുലമേറും ഭവനങ്ങൾ മേവുന്നോരിൽ നിൻശരണത്തിൽ നേത്രീകരാം ദാസൻ മാർത്തൻ പിഴപോക്കി നൽകിയിടുക നീ അവകാശം ശാശ്വത സുസ്ഥിരരാജ്യത്തിൽ നിൻ ശരണേ വൃതരാം ദാസൻ ഉദ്ധാനം നവ്യതയേകട്ടെ ചരമദിനം പാട്ടാൻ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം തീർത്തദിനം ദേവാ നൽകണമാശ്വാസം മരണത്തിൻ കാസാനുകരണമെല്ലാരും യൗവനമതിലായാൽ കഠിനതരം ദേവാ നൽകണമാശ്വാസം നിഖിലം പാഴാക്കും മൃതികുന്നറിവെന്നെ നിവദിച്ചിന്നിവനിൽ നിന്നുദ്ധാനമിവൻ ഏകണമാശ്വാസം സഹജൻ രക്ഷിക്കാം സ്നേഹിത മൃഗകീട ദ്വിതീയവും ചൊന്ന വാക്യം നിറവേറി തുണ ചെയ്യന്നാഥ മൃതരാമോർജോർക്കായി കഷ്ടതയേക്കാളും മൃതിയാം നാശകരെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനും എല്ലാവരിൽ നിന്നും സ്തുതിതേ സകലേശ മൃതരുയർപ്പും തീടും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ നിൻമുഖശോഭയുതി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധായ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തോളം ദൈവത്തിന്റെ ജീവനുള്ള വചനവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ വാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. ഇപ്രകാരം അരുളി ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും എന്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവർ, നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രിയപ്പെട്ട മകൻ കടന്നു പോയിരിക്കുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ മരണം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ ആവാത്ത ഒന്നാണ്. പ്രിയപ്പെട്ട ആന്റിയെ സംബന്ധിച്ചിടത്തോളം, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സംബന്ധിച്ചിടത്തോളം
അത് ഏറ്റവും വേദനാജനകമാണ്. അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖാമുഖം കണ്ടുകൊണ്ട് അസ്വർഗീയ ഭാഗ്യത്തിലായിരിക്കുവാനുള്ള വലിയ കൃപ ലഭിച്ച ദിവസം ഒരുപക്ഷെ അങ്കിൾ ആനന്ദിക്കുന്നുണ്ടാവാം. നാമും ഈ ഭാഗ്യത്തിലേക്ക് കടന്നു വരണം എന്ന് അങ്കിൾ ഒരുപക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, കേരളത്തില് മല്ലപ്പള്ളിയില് മടത്തിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ കേരളം തന്റെ കർമ്മഭൂമിയാക്കാതെ മധ്യപ്രദേശിന്റെ ഈ തലസ്ഥാനത്തേക്ക് ഭോപ്പാലിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്റെ പ്രവർത്തനം കാഴ്ചവെച്ച് കടന്നു പോകുവാനുള്ള ഒരു ഭാഗ്യമാണ് അങ്കിളിന് ലഭിച്ചത്. ഒരുപക്ഷെ കേരളം ഉപേക്ഷിച്ച് ഭോപ്പാലിലേക്ക് വന്നപ്പോൾ പല പ്രതീക്ഷകളുണ്ടായിരുന്നിരിക്കാം, പല കണക്കൂട്ടലുകളിൽ ഒക്കെയും താൻ നനഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് കടന്നു പോകുമ്പോൾ അതൊക്കെ നിവൃത്തിയാക്കിയോ ഇല്ലയോ എന്നുള്ളത് അങ്കിളിന് മാത്രമറിയാം. അങ്കിളിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നവർക്കും അറിവുള്ള യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരാഗ്രഹവും അവശേഷിക്കാതെ കടന്നുപോയ ഒരു വ്യക്തിത്വം എന്ന എനിക്ക് വികാര്യം നിലയിൽ അങ്കിളിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, മരണത്തെ മുഖാമുഖം അനവധി തവണ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്കിളിൻ്റെത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പലതവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യം 3 തവണ ഞാൻ അങ്കിളിന് അന്തിമോദാശ നൽകിയിട്ടുണ്ട്. വികാരിയായി 8 വർഷത്തിനിടയിൽ അങ്കിളിന് കൂടി ആശുപത്രിയിലാവും. ഡോക്ടർമാരൊക്കെ പറയും, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ഉടനെ ജോസഫ് ഫോൺ ചെയ്യും, അച്ഛാ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഓടി അവിടെ എത്തും. 3 തവണ അന്തിമോദാശ നൽകി. അങ്കിള് പലപ്പോഴും പറയാറുണ്ട്, എന്റെ കൈ എപ്പോഴൊക്കെ അങ്കിളിന്റെ തലയിൽ തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു പുനർജീവനം ലഭിക്കുന്നത് പോലെയാണ് അച്ഛാ. അത് യാഥാർത്ഥ്യവുമായിരുന്നു. ഒരിക്കല് ഞാൻ ഓർക്കുകയായിരുന്നു, എന്നോട് വലിയ സ്നേഹം അത്ഭുതമെന്ന് പറയാം. ബ്ലഡ് എടുത്തു, പക്ഷേ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അങ്കിള് പിറ്റേ ദിവസം പറഞ്ഞൊരു ഡയലോഗുണ്ട്, അച്ഛൻ ബ്ലഡ് കൊടുക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സിരകളിൽ വീര്യം കൂടി. ഇതിലെ പ്രത്യേക ഡയലോഗ്, ഞാൻ മാൻപേടയെ പോലെ ചാടി എഴുന്നേറ്റ് കുതിച്ചു ചാടുകയാണ്. പ്രിയമുള്ളവരെ, പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എങ്കിൽ പറയാനുള്ള ഒരു സമയമല്ല, അവസരമല്ല ഇത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്നേഹം നാം അങ്കിളിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. വീട്ടില് ആര് കടന്നു വരുന്നതും വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു അങ്കിള്. എല്ലാവരും വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പ്രത്യേകിച്ച് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാര്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഫോൺ ചെയ്യുമായിരുന്നു, നീ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അല്പം കുശലമൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു സ്വഭാവം. എന്തെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അതില്ലാത്തതാണെങ്കിൽ പോലും ഉണ്ടാക്കി കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്ന ഒരു മനോഭാവം. അങ്കിളിന് നമുക്കറിയാം, വീടിന്റെ പുറകിലായിട്ട് ഇച്ചിരി പറമ്പുണ്ട്. ഇവിടെ മാങ്ങയുണ്ട്, മാവുണ്ട്, മാങ്ങയുണ്ട്. കൊച്ചച്ഛൻ പറയുമായിരുന്നു, എപ്പോഴും ആ മാവില് മാങ്ങ കായ്ക്കുന്നു, അത് വിളയുന്നു, അപ്പോൾ ഫോൺ ചെയ്യും, അച്ഛാ വരണം, മാങ്ങ റെഡിയായി, പറിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരെ കയറി പറിച്ചുകൊണ്ട് പോകും.
സിസ്റ്റേഴ്സ് വീട്ടിൽ വന്നാൽ വലിയ ഇഷ്ടമാണ്. അവരോട് പഴയ കഥകൾ മുഴുവൻ പറയും. എങ്ങനെയാണ് തുടക്കം, എങ്ങനെയായിരുന്നു കഷ്ടപ്പാടിലൂടെ ഇവിടെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത്, ദേവാലയം ഉണ്ടാക്കിയത്, തന്റെ അധ്വാനം, ഇതൊക്കെയും അങ്കിള് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്കിളിന്റെ അന്ത്യം ഒരുപക്ഷെ ബോംബെയിലായിരുന്നു, ഭോപ്പാലിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ ബോംബെയിലുണ്ട്, എയർപോർട്ടിലായിരുന്നു. ജോസെന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ അങ്കിളിന്റെ സ്ഥിതി മോശമാണ്, ഞാൻ ബോർഡിംഗ് പാസ് എടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വരട്ടെ. ജോസ് പറഞ്ഞു, വേണ്ട അച്ഛാ, പ്രാർത്ഥിച്ചാൽ മതി. എന്റെ മനസ്സിൽ പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പോയാൽ അങ്കിൾ മരിക്കില്ല. ആ സമയം നമുക്ക് ആർക്കും തടയുവാൻ സാധിക്കില്ല, ദൈവം നിശ്ചയിക്കുന്നതാണ്. വിളിക്കുന്ന സമയത്ത് നമുക്ക് കടന്നുപോയേ മതിയാവുകയുള്ളൂ. അങ്കിളിനെ ദൈവം വിളിച്ചു. ഞാൻ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എന്റെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി അങ്കിളിനെ കഷ്ടപ്പെടുത്തരുത്. ചോദിച്ചാലും അറിയാം, ചോദിച്ചാലും കൂടെ ആദ്യം ഞാൻ വരുന്നത്. അങ്ങനെ പാപ്പനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അമ്മാമ്മയാണ് ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോഴും പിള്ളേർക്ക് പ്രാർത്ഥനയൊക്കെ കൂട്ടാനും എല്ലാം എനിക്ക് വൈകിട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ വിശപ്പ്, ചോറ് കൂട്ടാനും എല്ലാം തന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം പാപ്പനും അമ്മാമ്മയും. ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് പാപ്പന്റെ പാർട്ടികളെല്ലാം സമർപ്പിച്ചു. I thank my God for the life of my father. He has been a blessing to many, many people. Throughout his life, he put other people in front of his life. He took the discomfort many a times to make others' life more comfortable, more peaceful. I still remember when I was in elementary school, people who needed blood transfusion, O negative or such and such, is very hard to find. And whenever anybody needed O negative, I remember he used to volunteer to give the blood transfusion. I still remember one of his friends who had end-stage kidney disease. Both his kidneys had failed, and he had volunteered to donate one of his kidneys while I was in an elementary school. My younger ones were very little, and he had this big heart to donate one of his kidneys to one of his friends who was almost going to die. But before he could donate the kidney, his friend passed away. That was the heart of my father. Always, no matter, even if he had to take some trouble, he will go through that to make sure that he can bring a smile on somebody else's face. I thank my God that he gave me such a wonderful dad. I'm blessed to be his daughter. I pray that the Lord will enable me to be a blessing to others as he was a blessing to others. I thank one and all for being here to support us, to console us while we are going through this hard time. Thank you, Archie. Thank you. സമയത്ത് ഇവിടെ വന്ന
സുഹൃത്തുക്കളുണ്ടാവുക. മമ്മി അവിടെ നിന്ന് സ്പീഡുണ്ട് കേട്ടോ, സ്പീഡുണ്ട്. നോക്കണം, ഇവിടെ നോക്കണം. പുരാൻപത്രം പരിശുദ്ധ സ്തുതി തന്റെ സുകളാൽ ആകാശം പറയാൻ പരിശുദ്ധൻ 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 വരെയുള്ള ദോഷ ദൈവമേ പരിശുദ്ധനാകുന്നു, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ ശുശ്രൂഷയും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായയുടെ പിതാവേ, പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സമാധാനം. കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായ ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ മേലൊഴിക്കപ്പെടുന്ന എണ്ണ മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദം ഇവ അങ്ങനെ നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുള്ള സമയത്ത് നിന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഇങ്ങോട്ട്
നല്ലവണ്ണം എങ്ങോട്ട് പഞ്ഞി മാറ്റി തന്നെ പഞ്ഞി എടുത്തു അധ്വാനങ്ങളും വിശ്രമത്തിനും പോരാട്ടങ്ങളും മുക്തിക്കും വിശുദ്ധന്മാരോടുകൂടെ സൗഭാഗ്യത്തിനുമായി പിതാവിന്റെ പെട്ടെന്ന് ജീവനുള്ള പരിശുദ്ധ റുഹായുടെ തിരുനാമത്തിൽ ഈ എണ്ണ എന്നേക്കും ഒഴിക്കപ്പെടുന്നു. മദ്രൂഹായോ കാദീസൽഹായോ പോകിടും അതിശക്തൻ തന്നധികാരം ചെയ്യും അത്ഭുതമാശ്ചര്യം കൂറും ദൂരന്മാർ നേടും തേജസാത്മാ എഴുന്നേൽക്കും തുത്യൻ നാദാവിൻ വചസാൽ മാർത്താമേരി വർഷോ ഴുകിയലാക്കവർ വീട്ടുദ്ധിതന നിന്നാഗമനയായിരോ സുതജീവിച്ചു മൃതരം പരിശുദ്ധ തിരുനാമത്തിൽ ഈ ഖബർ എന്നേക്കുമായി ആശ്രദിക്കപ്പെടുന്നു. വരക്കുമ്പോ ഭസ്മോദാബോ അധ്വാനങ്ങളുള്ള നീ മണ്ണാവുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും ഇത് നവീകരിക്കപ്പെടുകയും ചെയ്യും എന്ന അരുളിച്ചത് പ്രകാരം കർത്താവെ തിരികെ വിധാ നിറവേറിയിരിക്കുന്നു. പറക്കുമോ ഭസ്മോദാബോ ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാഥൻ വന്നോ മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ മരണം ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിരവധി കൂടം കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേൻ ും സ്തുതിഗീതം പാടും. മരണമായിന്ദനിയാൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ശ്രാപകളാക്കും ശ്രാപ്പികൾ കുഴലോതും പർദീസാതൻ അവകാശി വരിക. നമ്മുടെ രക്ഷയ്ക്ക് എഴുന്നള്ളിയ നാഥൻ നമ്മുടെ ജീവൻ നായാഗതനാകും. ഹൃദയൊടുക്കി ജീവൻ പുനരേകും രക്ഷകരീശോ വന്നിക്കുന്നടിയാ. ആനന്ദത്തിൻ
ബരാബർ ഞാൻ ഞാൻ കാണണമേ സ്തോത്രം പാടുന്നു സാധനം സുതനും പരിശുദ്ധാത്മാനും രക്ഷയ്ക്കായി വന്നു ഞങ്ങളുടെ പുനരുദ്ധാനത്തിൽ വരുവാനിരിക്കുന്നതിനുമായ കർത്താവെ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. പാലിക്കുമോ അത്തരം ഞങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ന്മാരും ഭാവികളുമായി എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം നിരക്കും, മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. രാജാവും സർദാവുമായ കർത്താവേനെയും യേശുമിശിഹായ ഉത്തരനായ ദൈവമായ കർത്താവേനെയും പരിശുദ്ധന്റെ മഹത്വത്തിന്റെ വലിപ്പം നിന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്തെ വായിക്കുന്ന വായിച്ചുമായുള്ളവേ ചെറിയാഴ്ചകളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. മാത്രം പരിശുദ്ധനാവുന്നു പരിശുദ്ധരുടെ യേശുമിശിഹായി മാത്രം കർത്താവാകും പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. മക്കളപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കൃപയിൽ സൗമൻ കാലസ്കുറിയേറായി കൊണ്ടോൻ രാജാ എന്റെ ശരീരം ഭാഷി നിമിത്തം താനവേ ഓർക്കാതിരിക്കട്ടെ. ബുദ്ധിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ മകന്റെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഇവന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരെ മിശിഹാ തമ്പുരാനാനം പ്രാപിപ്പിൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുകയെന്നരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ദൈവമാതാവായ മറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടെ നിദ്ര പ്രാപിച്ച ഈ ഭക്തനായ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘങ്ങളിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ,
ബലഹീനമുള്ളവയും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. മോളെ സ്പ്രേ